കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ കപ്പലിന്റെ രക്ഷാപ്രവർത്തനത്തിന് പുതിയ സാൽവേജ് സംഘം ചുമതലയേറ്റു. സ്മിത്ത് സാൽവേജ് എന്ന കമ്പനിയാണ് ഇന്നലെ ചുമതലയേറ്റെടുത്തത്. കപ്പലിൽ നിന്ന് എണ്ണ മാറ്റാനുള്ള നടപടി ഓഗസ്റ്റ് 1 തുടങ്ങും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം പുതിയ സംഘം നിറവേറ്റാൻ പോകുന്നത്? ഓഗസ്റ്റ് 1 എണ്ണ മാറ്റാനുള്ള നടപടികൾ തുടങ്ങുമെന്നതുൾപ്പെടെ വിശദാംശങ്ങൾ. അനുജ, സിംഗപ്പൂരിൽ നിന്നുള്ള യാനം ഓഗസ്റ്റോടുകൂടിയാകും എത്തുക. അതിനുശേഷമാണ് ഇന്ധനം മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുക. ഒരു പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയാണ് സ്മിത്ത് സാൽവേജ് സംഘം കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ ശേഷം ഇന്ധനം നീക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ പോകുന്നത്. എന്തായാലും നേരത്തെ TNT എന്ന സാൽവേജ് കമ്പനിക്കായിരുന്നു ഇന്ധനം നീക്കാനുള്ള ചുമതല കപ്പലുടമകളുമായി കരാറിൽ ഏർപ്പെട്ടത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയും അതോടൊപ്പം തന്നെ സാൽവേജിലുള്ള പരിമിതമായ സാങ്കേതികമായിട്ടുള്ള പരിമിതികൾ കാരണമാണ് പിന്നീട് മറ്റൊരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടത്. അങ്ങനെയാണ് സ്മിത്ത് സാൽവേ എന്ന ഒരു കമ്പനിയിലേക്ക് കഴിഞ്ഞ ദിവസം ആ കരാർ എത്തുകയും അതിനുശേഷം ചുമതല ഇപ്പോൾ ഏറ്റെടുത്ത് അതിന്റെ നടപടികൾ എന്തായാലും ആരംഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ഇന്ധനം നീക്കുന്നതുമായി ജൂലൈ അവസാനത്തോടുകൂടി തന്നെ അത് ഇന്ധനം നീക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പക്ഷേ പിന്നീട് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയും ഇതെല്ലാം കാരണം നീളുകയായിരുന്നു. അതിനുശേഷമാണ് ഓഗസ്റ്റ് 1 ഈ ഒരു ഇന്ധനം നീക്കാനുള്ള നടപടികൾ എന്തായാലും ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയാണ് ഈ സംഘം ഇപ്പോൾ അത്തരം നടപടിയിലേക്ക് എന്തായാലും കടക്കാൻ പോകുന്നത്. ആലപ്പുഴയുടെ തീരത്തായിരുന്നു ഈ കപ്പൽ മുങ്ങിയതും അതിനുശേഷം എണ്ണ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കടലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു വിശദമായ കർമ്മ പദ്ധതി തയ്യാറാക്കി അങ്ങനെ ഓഗസ്റ്റ് 1 തന്നെ ഈ ഇന്ധനം നീക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാനാണ് പുതിയ സംഘത്തിന്റെ തീരുമാനം. അപകടത്തിൽപ്പെട്ട MSC എൽസ കപ്പലിന്റെ രക്ഷാപ്രവർത്തനത്തിനാണ് പുതിയ സാൽവേജ് സംഘം ചുമതലയേൽക്കുന്നത്. സ്മിത്ത് സാൽവേജ് എന്ന കമ്പനി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. എണ്ണ നീക്കുന്നതിനുള്ള നടപടി ഓഗസ്റ്റ് 1 തുടങ്ങുമെന്നതാണ് നിതിൻ അംബുജൻ നൽകിയ വിവരം.